ഉം. നേരെ ഞാൻ എവിടെയോ കണ്ടിട്ടില്ലല്ലോ. അങ്ങോട്ട് ഓർമ്മ കിട്ടുന്നില്ല. തിരുമേനിക്കെന്നെ മനസ്സിലായില്ലേ? നമ്മൾ പണ്ട് കൊട്ടാരക്കരയില് ആ അങ്ങനെ പറ. 10 തലയുള്ള രാവണനല്ലേ അങ്ങ് ബഹു കേമന താങ്കള് അല്ലേ ഉണ്ട. ഈടോ ഞാൻ സീബ്രാലയനാടോ. അതെങ്ങനെ? സ്കൂളിൽ പോയിരുന്ന സമയത്ത് പഠിക്കാൻ പറയുമ്പോൾ പഠിക്കണമായിരുന്നു. സ്കൂളിൽ പഠിപ്പിച്ചിട്ടില്ലേ റോഡ് മുറിച്ച് കിടക്കുമ്പോൾ സീബ്ര ലൈനിലൂടെ മുറിച്ച് കിടക്കണമെന്ന്? അതിനെ അവിടെ സ്കൂളിൽ പഠിച്ചിരിക്കുന്നത്. ആ സമയത്ത് ക്ലാസ് എങ്ങനെ മുറിച്ച് കിടക്കണേന്നല്ല താങ്കൾ ചിന്തിച്ചിരുന്നേ. ഞാൻ സീബ്ര ലൈനാണോ. വർഷങ്ങളായി ഈ റോട്ടിൽ ഇങ്ങനെ കിടക്കുന്നു സീബ്ര ലൈൻ. എൻ്റെ മേത്ത് കൂടി ഒരാളൊന്ന് ചവിട്ടി പോവുകയാണ്. ഓ, അന്ന് ഞാൻ ധന്യമായ. വർഷാവർഷം എന്നെ ഒന്ന് പെയിന്റ് അടിച്ചു വെക്കും, അല്ലാതെ ഒരുത്തും പോലും എൻ്റെ മേത്ത് ചവിട്ടാൻ ഇതുവരെയും കൂട്ടാക്കിയിട്ടില്ല. കഴിഞ്ഞ ദിവസം ഉണ്ടല്ല, ഒരു ലേഡി നല്ല രീതിയിൽ വന്നു. എൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ മേത്ത് കൂടി പോകുമെന്ന്. പക്ഷേ പുള്ളിക്കാരി തൊട്ടപ്പുറത്ത് കൂടി പോയി ദേ പോകും, ഒരു വണ്ടിയായിട്ട് ഇടിച്ചു. എൻ്റെ പൊന്നു മക്കളെ, സീബ്ര ലൈനായ എൻ്റെ മേത്ത് കൂടി പോവാതെ നിങ്ങളുടെ മേത്ത് വണ്ടി ഇടിച്ചാൽ ഒരു 5ൻ്റെ ന്യായപൈസ അവർ തരില്ല കേട്ടാ. ആഹാ, അങ്ങനെയൊക്കെ ഉണ്ടോ? താങ്കൾ എത്ര വലിയ സംഭവമായിരുന്നോ? അറിഞ്ഞില്ല കേട്ടാ. റോട്ടിൽ നീണ്ടു നിവർന്ന് കിടക്കുന്ന സീബ്ര ലൈനെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്? ഈ സീബ്ര ലൈൻ ചെറുതല്ല കേട്ടോ. റോഡ് മുറിച്ച് കിടക്കാൻ വേണ്ടി നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന പാതയാണ്. നമ്മുടെ കേരളത്തിലാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സീബ്ര ലൈനിലൂടെ ഉള്ള നടപ്പ് അത്ര സുഖകരമല്ലാത്തത്. എന്നാൽ നമുക്കും ഇതൊക്കെ ഒന്ന് മാറ്റണ്ടേ? സീബ്ര ലൈനിലൂടെ മാത്രം കടന്ന് അപ്പുറം കിടക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വാഹനം ഓടിക്കുന്നവർക്കും ഈ ഇടക്കുന്നിട്ട് ചാടുമ്പോൾ ഉണ്ടാകുന്ന ആക്സിഡൻറ്റുകൾ, പല അങ്ങനെയുള്ള ആക്സിഡൻറ്റുകൾ മരണത്തിന് വരെയും കാരണമായിട്ടുണ്ട്. അതുകൊണ്ട് സീബ്ര ലൈനിലൂടെ കിടക്കുകയാണെങ്കിൽ നിങ്ങളുടെ ദേഹത്തൊരു വണ്ടി മുട്ടുകയാണെങ്കിൽ തന്നെ, അബദ്ധവശാൽ വണ്ടി മുട്ടുക എന്തെങ്കിലും ആണെങ്കിൽ കേസ് നിങ്ങൾക്ക് അനുകൂലമായിട്ടായിരിക്കും മാറുന്നത്. തീർച്ചയായിട്ടും സീബ്ര ലൈനെ അത്ര ചെറുതായിട്ട് കാണണ്ട. കാരണം വിദേശ രാജ്യങ്ങളിൽ അതിലൂടെ മാത്രമേ നടക്കാൻ പാടുള്ളൂ. സീബ്ര ലൈനിൽ ഒരു വ്യക്തി കാൽ ചവിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ വണ്ടി നിർത്തണം എന്നുള്ള നിയമങ്ങളുണ്ട്. ഇന്ത്യയിൽ ആ നിയമം എന്ന് വരുമെന്ന് അറിയത്തില്ല. എന്തായാലും നമുക്കെല്ലാവർക്കും ഒത്തൊരുമിച്ച് പരിശ്രമിക്കാം. സീബ്ര ലൈൻ അത് നമ്മളുടെ സ്വന്തമാണ്.